ഈ അമ്പലപ്പറമ്പിലൊക്കെ ഇപ്പോൾ ഏത് ആ സ്ഥലത്തോട്ട് പോയാലും നമുക്ക് ഒരു ആനയെ കാണാൻ സാധിക്കും. വല്ലപ്പോഴുമൊക്കെ കിട്ടുന്ന ഒരു അപൂർവ അനുഭവം. അത് ശരിക്കും ആസ്വദിക്കാൻ തന്നെ വേണം നമുക്ക് കാണാൻ. എന്താ അങ്ങനെ ഇടതൂർന്ന വൃക്ഷങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന കണ്ടോ ഒരു കുട്ടി കൊമ്പൻ. ഇതാണ് മുക്കന്നൂർ മഹാദേവ ക്ഷേത്രം. അതിൻ്റെ പരിസരത്തൂടെയാണ് നമ്മളെ കുട്ടിക്കൊമ്പനെ നമ്മൾ കാണുന്നത്. ഉണ്ടോ, നമ്മൾ ചേസ് ചെയ്യുകയാണ്. ഇങ്ങനെ ശരിക്കും ഒന്ന് ചേസ് ചെയ്ത് നോക്കുകയാണ്. അവനൊരു വലിയ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് 2 കാല് വെക്കേണ്ടി വരും. അതാണ് സ്ഥിതി. അഞ്ഞു പിടിക്കുകയാണ് ഇതാവുന്നു. അമ്പലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. നോക്കാം. അമ്പലത്തിൻ്റെയൊക്കെ മുറ്റത്തൂടെ കടന്നു പോകുന്ന ആ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. അത് കണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ. പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. മഹാദേവനെ വണങ്ങുന്നുണ്ടോ? മഹാദേവനെ വണങ്ങുകയാണ്. കാഴ്ച കാണേണ്ടതാണ്. മഹാദേവ കണ്ടോ. മറ്റു മൃഗങ്ങളൊക്കെ ജീവജാലങ്ങളൊക്കെ കാലുകൾ പുറകോട്ട് മടക്കുമ്പോൾ ആന സാധാരണ മുൻപോട്ടാണ് മടക്കാറ് എന്നത്രേ. അതുപോലെ തന്നെ ആനകൾക്ക് ആഹാരം എന്തെങ്കിലും വെച്ച് നീട്ടിയാൽ അത് തുമ്പിക്കൈ കൊണ്ട് വാങ്ങി കഴിക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ നാവിൽ വെച്ച് കൊടുത്താൽ ഉള്ളിലേക്ക് നാവ് വലിച്ചെടുക്കും. നാവ് പുറത്തോട്ട് അധികം നീട്ടാനോ അത് വെച്ച് ഉപയോഗിക്കാനോ ഉള്ള കഴിവ് ആനയ്ക്കില്ലത്രേ. അതുപോലെ മതം ഇല്ലാത്ത സാധാരണ സമയങ്ങളിൽ ആന പാപ്പാന്മാർ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കും. വളരെ അനുസരണയുള്ള ഇണങ്ങിയ ജീവിയാണ്. എന്നാൽ മതം പൊട്ടി നിൽക്കുന്ന മതകാലത്ത് അത് പാപ്പാന്മാരെ പോലും ആക്രമിക്കുവാൻ മടിക്കില്ല. അതിനെ അനുസരിപ്പിച്ച് ശീലിപ്പിച്ച ആൾ എന്നൊന്നും അത് നോക്കാറില്ല. സാധാരണ കൊമ്പനാലുകൾക്കാണ് ഈ മതപ്പാടുള്ള സമയം കാണാറ്. എന്നാൽ ചുരുക്കം ചില പിടിയാനകളിലും ഇത് സംഭവിക്കാറുണ്ടത്രേ. ചങ്ങലേക്ക് ഇട്ടാലും ആനകൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടില്ല. അനായാസേന അത് നടന്നു പോകും. ഒരു ഓട്ടം തുടങ്ങിയാൽ അവൻ 100 മീറ്റർ ഓടുന്ന ഒരു സ്പ്രിൻറ്ററേക്കാൾ വേഗത്തിൽ ഓടാൻ സാധിക്കുന്ന ഒരു ജീവിയാണത്രേ ആന. മണിക്കൂറിൽ 25 കിലോമീറ്റർക്ക് മുകളിൽ സ്പീഡിൽ അതിന് ഓടാൻ സാധിക്കുമത്രേ. സത്യം പറഞ്ഞാൽ കാട്ടിലെ ആനയെ ഇങ്ങനെ നാട്ടാനയായി വളർത്തിക്കൊണ്ടുവരുമ്പോൾ അതിനെ പരിശീലിപ്പിക്കുന്നവർ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ് പരിശീലിപ്പിക്കുന്നത്. ഒരു ഹുങ്കാര ശബ്ദത്തോടുകൂടി അതെല്ലാം അനുസരിക്കുകയും ചെയ്യും. പാവം അതിൻ്റെ വലിപ്പം അതിന് തന്നെ അറിയില്ലത്രേ. സാധാരണ ആന ജനിച്ചു കഴിഞ്ഞ് ഒരു 2.5 വയസ്സ് പ്രായം വരെ കുറുമ്പൊക്കെ കാട്ടി ഇങ്ങനെ വളരുമെങ്കിലും 2.5 വയസ്സിന് ശേഷം അതിനെ പരിശീലിപ്പിച്ച് തുടങ്ങണം ചിട്ടയായിട്ട് എന്നാണ് പറയാറ്. ഇല്ലെങ്കിൽ അത് ഒരിക്കലും അത്ര ഇണങ്ങിയ ആനയാവില്ലത്രേ. വലിയ കൊമ്പൻ തന്നെയാണ്. ഇപ്പോൾ ആനയോട് അറ്റൻഷനായിട്ട് നേരെ ചുവട് വെച്ച് നിൽക്കാനായിട്ടാണ് പാപ്പാൻ നിർദ്ദേശിച്ചത്. അതനുസരിച്ച് അത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താ അല്ലേ? ആനയ്ക്ക് എപ്പോഴും മുന്നോട്ട് നടന്നു നീങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് അത് ഒരു നേരം ഒരിടത്ത് തന്നെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിച്ച് നിൽക്കുക, അല്ലെങ്കിൽ മേഞ്ഞ് നിൽക്കുക എന്ന് പറയും. ഇതാ ഇപ്പോൾ മഹാദേവൻ്റെയും അയ്യപ്പൻ്റെയും നടയിൽ അത് കുമ്പിട്ടിട്ട് തിരികെ കൊണ്ടുപോവാണ്. അതിന് കുറിയും തൊടിയിച്ച് അതിന് മധുരം നാവിൽ വെച്ച് കൊടുത്തു. അതിനുശേഷം മുന്നോട്ട് നടന്നു നീക്കുകയാണ് ആനയെ. നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ആനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുന്നോട്ട് കാണുക. ഇപ്പോൾ ഇവിടെ പമ്പയാറിൻ്റെ തീരത്തുള്ള അതിനെ സ്ഥിരമായി കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്, യാത്രയാകുകയാണ്. നമുക്ക് നോക്കാം.
അങ്ങനെ ചുവട് വെക്കുമ്പോൾ ശ്രദ്ധിച്ചോളുക, അതിൻ്റെ കാല് രണ്ട്, അതായത് മുന്നിലും പുറകിലുമായി അതിന് 18 നഖങ്ങളാണ് സാധാരണ കാണാറ് എന്നാണ് പറയുന്നത്. ചില ആനകൾക്ക് വളരെ ചുരുക്കമായി 20 നഖങ്ങൾ കാണാറുണ്ട്. അതുപോലെ തന്നെ അത് തുമ്പിക്കൈ നിലത്തോട്ട് അമർത്തുന്നത് അതുവഴി അതിന് പ്രാണശക്തി കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്, മണം വഴിയും അത് മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് കൂടുതലും അതിന് കണ്ണിന് കാഴ്ച വലുതായിട്ട് ഇല്ലാത്ത ഒരു ജീവിയാണ് ആന. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ ചെവിക്ക് നല്ല ശ്രവണശേഷിയാണ് എന്നത്രേ. ഇവിടെ ഈ ഒറ്റക്കൊമ്പനെ ആണ് നമ്മൾ കാണുന്നത്. അതായത് ഒരു കൊമ്പ് അതിൻ്റെ സാധാരണ ഒടിക്കാറുണ്ട് വലിയ കുറുമ്പുള്ള ആനകളുടെ. അത് പിന്നെയും വളർന്നു വരാറുമുണ്ട്. കൊമ്പ് വേഗം വളരുന്നതാണ് എന്ന് മുന്നേ പറഞ്ഞിരുന്നല്ലോ. സീസണലായിട്ട് ഒരു വർഷത്തിലെ ആനയ്ക്ക് മദപ്പാട് അല്ലെങ്കിൽ മദം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഈ സീസണാണ്. അതായത് ഡിസംബർ മുതലുള്ള കാലയളവ്, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഈ കാലയളവിലൊക്കെ. അപ്പോൾ ഈ സമയത്ത് ആനയെ ശരിക്കും അതിനെ കൊണ്ട് നടക്കാൻ വേണ്ടി നമുക്ക് അംഗീകരിച്ച രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന അല്ലെങ്കിൽ സപ്രസൻ്റ് ആക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ കുത്തിവെക്കാറുണ്ട് അത്രേ എന്നാണ് അറിയുന്നത്. അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതൊന്നുകൂടി കാര്യക്ഷമമായിട്ട് പഠിച്ചതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. ഇതാ മുമ്പ് പറഞ്ഞ പോലെ ആന നടന്നു തുടങ്ങിയാൽ നല്ല സ്പീഡിൽ അത് ചങ്ങലയിട്ടാലും അതിന് നടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതാ അതുപോലെ തന്നെ ആനയെ ഒരു തുമ്പിക്കൈ ഒരു കൊമ്പിൽ കൂട്ടി പിടിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് ആനപ്പാപ്പാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് അതിനോട്. കാരണം തുമ്പിക്കൈ അത് താഴെ മുട്ടിച്ച് നടക്കുമ്പോൾ അത് സ്ലോ സ്പീഡാകും. കാരണം അത് പലതും അറിയാനും ഉള്ള ശേഷിക്ക് വേണ്ടിയാണ് തുമ്പിക്കൈ നിലത്ത് കുത്തി അമർത്തി നടക്കുന്നത്. അപ്പോൾ സ്ലോ ആവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് മനസ്സിലായത് അതാണ്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, ആനയെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇത് മുക്കന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പമ്പയാറിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അത് ചെറിയ വനപ്രദേശം പോലെ അതൊക്കെ തന്നെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തു കൂടി ആന ഇങ്ങനെ കാട്ടിലാണെങ്കിലും ഇങ്ങനെ നടക്കുന്നതാണല്ലോ സാധാരണ. അപ്പോൾ അതിനിഷ്ടമുള്ള രീതിയിലുള്ള ഭൂപ്രകൃതിയൊക്കെയാണ് ഇവിടെ. പമ്പയാറാണ്. വെള്ളം കുടിക്കണമെങ്കിലോ കുളിക്കണമെങ്കിലോ ഇവിടേക്ക് ഇറക്കി നിർത്തിയാൽ മതി. ആനയ്ക്ക് വളരെ നേരം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നതും കുളിക്കുന്നതും നീന്തുന്നതും ഒക്കെ ഇഷ്ടപ്പെട്ട വിനോദമാണെന്ന് പറയുന്നു. അതുപോലെ ശരീരം തണുത്തിരിക്കുവാൻ വേണ്ടി ആന എപ്പോഴും ഇങ്ങനെ ആനയുടെ ശരീരഗതി നിയന്ത്രിക്കുക, അതായത് ടെമ്പറേച്ചർ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെവി ആട്ടി ഇരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം ചെവിയിലേക്ക് കൂടുതൽ രക്തം കേന്ദ്രീകരിച്ച് വരികയും അവിടെ നിന്ന് തിരിച്ച് പോകുന്ന രക്തം കട്ടി കുറച്ച്, അതായത് ചൂട് കുറഞ്ഞ രക്തമായിട്ട് വരികയും ശരീരത്തിന് ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നു എന്നാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെവി ആട്ടി നിൽക്കുന്നത് അതിൻ്റെ കാരണം കൊണ്ടാണ്. അത് ടെമ്പറേച്ചർ സ്വയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അതിനുള്ള ഒരു ഉപാധിയാണത്. ശരീരത്തിന് ചൂട് കൂടുമ്പോൾ ആനയ്ക്ക് അതേ മാർഗമുള്ളൂ. ഇല്ലെങ്കിൽ അതിന് ധാരാളം വെള്ളം ഒഴിച്ച് കാൽപാദങ്ങളിലൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ അതിനെ കെട്ടിയിടുന്ന, അതായത് അതിനെ അവിടെ കെട്ടിയിടാനുള്ള ശ്രമത്തിലാണ് പാപ്പാന്മാർ. കാരണം അവർക്ക് അത് കഴിഞ്ഞ് തിരിച്ച് യാത്രയാവേണ്ടതുണ്ട്. അപ്പോൾ സന്ധ്യയോടടുക്കുന്നു സമയം. ഇപ്പോഴും അത് കൊമ്പിൽ തന്നെ കൂട്ടിപ്പിടിച്ച് തുമ്പിക്കൈ അമർത്തി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ അതിന് മുന്നിൽ തീറ്റ എന്തെങ്കിലും ഓല അതുപോലുള്ള കാര്യങ്ങൾ തിന്നാൻ വേണ്ടി അത് തുമ്പിക്കൈ അയച്ചു വിടുകയുള്ളൂ എന്ന് തോന്നുന്നു. അത് പാപ്പാൻ പറയുന്നിടം വരെ അത് പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിന് പരിശീലിപ്പിച്ച ഒരു കാര്യമാണ്. ഒരു ആനയ്ക്ക് അതിൻ്റെ കാലുകളിൽ എത്ര നേരം വേണമെങ്കിലും എത്ര മണിക്കൂറുകളോളം അതിന് നിൽക്കാൻ സാധിക്കുമത്രേ. അതായത് അത് കിടക്കുന്നതോ ഇരിക്കുന്നതോ ആയിട്ടുള്ള അവസരം വളരെ കുറവാണ്. ഇപ്പോൾ അതിന് വിശ്രമിക്കാനാണെങ്കിലും അതിന് ഇങ്ങനെ കാലുകളിൽ നിന്ന് വിശ്രമിക്കുകയാണ് പതിവ്. ഇപ്പം പാപ്പാൻ അതിനോട് തുമ്പിക്കൈ അഴിച്ചിട്ട് മുന്നോട്ട് നടന്ന് ഇത് ഓലയെടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു എന്നാണ് തോന്നുന്നത്. അവരതിനെ സേഫായിട്ട് കെട്ടി എല്ലാം ശരിയാക്കിയതിന് ശേഷം തിരിച്ചു പോകാൻ സമയമായി, സന്ധ്യയായി.
അത് താഴെ നിന്ന് എന്തൊക്കെയോ തുമ്പിക്കൈയിൽ പെറുക്കി കഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 28 വയസ്സ് ഉള്ള ഒരൊറ്റ കൊമ്പനാനയാണ് ഈ നിൽക്കുന്നത്. ആനയുടെ വയസ്സ് അല്ലെങ്കിൽ പ്രായം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആനയുടെ ചെവിയുടെ മുകൾ ഭാഗം 10 വയസ്സാകുമ്പോഴേക്കും മടങ്ങി തുടങ്ങും. 20 വർഷമാകുമ്പോഴേക്കും ചെവി 1 ഇഞ്ചോളം മടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ആനയുടെ ഏകദേശം മനസ്സിലാക്കാം. ചെവി ഏകദേശം 1 ഇഞ്ച് അല്ല അതിൽ കൂടുതൽ മടക്കം കാണാം. അപ്പോൾ അതിനൊരു 28 വയസ്സ് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കും. ആനയുടെ തൂക്കം ഏകദേശം 3.5 ടൺ മുതൽ 5 ടൺ വരെ ഭാരം ഉണ്ടാകും കൊമ്പനാനയ്ക്ക് എന്നാണ് കണക്കാക്കുന്നത്. ഏഷ്യൻ പിടിയാനകൾക്കാണെങ്കിൽ 2.5 മുതൽ 3.5 ടൺ വരെ ഭാരം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആനകൾക്ക് കഴുത്ത് ഉയർത്തിപ്പിടിക്കാൻ, തല ഉയർത്തിപ്പിടിക്കാനായിട്ട് കഴുത്തുകൾക്ക് ഉയരം കുറവായിരിക്കും, ഇടുങ്ങിയതായിരിക്കും. മസ്തകത്തിൻ്റെ തലയുടെ ഭാഗം വലിപ്പം കൂടുതലായി ആയതുകൊണ്ട് അവയ്ക്ക് അത് ഉയർത്തിപ്പിടിക്കാൻ സൗകര്യമാകും. ആനകൾക്ക് പൊതുവെ പിമ്പിൽ നിന്ന് മുന്നിലേക്കാണ് വളർച്ച എന്നാണ് പറയാറ്. ആനകളുടെ പല്ലുകളും അങ്ങനെ കൊമ്പായിട്ട് വളർന്ന് വരികയാണ്. വളർച്ച കൂടുതലായതുകൊണ്ട് ഇടയ്ക്ക് കൊമ്പ് മുറിച്ചു കഴിഞ്ഞാലും പിന്നെയും അത് വളർന്നു വരുന്നുകൊണ്ടിരിക്കും. പിന്നെ പൊതുവെ വൃത്തിയുള്ള ശീലമുള്ളതാണ്. ഇത് കണ്ടോ, കഴിക്കുന്ന ആഹാരം അത് ഓലയായാലും ദേഹത്ത് ഒന്ന് തട്ടിക്കുളഞ്ഞതിന് ശേഷമേ താക്കുകയുള്ളൂ. ഞാൻ അവിടുന്ന് ആന പപ്പാൻ നേരമായിട്ട് കുശലം പറഞ്ഞ് ഞങ്ങൾ തിരികെ പോവുകയാണ്. ആനയെ അവിടെ കെട്ടിയിട്ടിട്ട്, അതായത് അതിന്റെ മറ്റ് കാര്യങ്ങളൊന്നും ഇന്ന് നടക്കാനില്ല. സമയം 6:15 കഴിഞ്ഞു. 6:30 മണിയോടെ അടുക്കുന്നു. അതായത് ദീപാരാധനയ്ക്ക് അമ്പലത്തിൽ സമയമായി. അമ്പലത്തിൽ നിന്നുള്ള ചെണ്ടമേളവും നാസരവും കേൾക്കാം. കാരണം ആന എത്ര വയസ്സ് ആയുസുണ്ട്, എത്ര വയസ്സ് ജീവിച്ചിരിക്കും ചോദിക്കായിരുന്നു. അപ്പൊ ആനയുടെ പാപ്പാൻ പറയുന്നത് ഏകദേശം ഒരു 90-98 വയസ്സ് വരെയൊക്കെ. നമ്മൾ തിരികെ പോവുകയാണ്. ഇദ്ദേഹമാണ് ഇപ്പൊ കൂടെയുള്ള മെയിൻ പാപ്പാൻ. ഇവരെ കൊല്ലത്തു നിന്നാണ്. ആന ഒരു 10 എത്ര വയസ്സ് വരെ ജീവിക്കും? അത് മനുഷ്യന്റെ 100-100 വയസ്സ് ജീവിക്കും. എനിക്ക് ആയുസ് വളരെ കുറവ്. സംശയം ഞാൻ അവിടെ തീർക്കുകയായിരുന്നു സത്യത്തില്. പക്ഷെ അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. മനുഷ്യരെ പോലെ തന്നെ കൂടുതൽ വയസ്സ് ജീവിച്ചിരിക്കും. അപ്പോൾ ആന വിശേഷങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ആനയെ കൊണ്ട് അവിടെ കെട്ടിയിട്ട് എല്ലാം കണ്ടു. നമ്മൾ കണ്ട് തിരിച്ച് പോവുകയാണ്, പാപ്പാന്മാരും ഞങ്ങളും. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ആന വിശേഷങ്ങളെ പോലുള്ള നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.